ചോദ്യപേപ്പർ ക്രമക്കേട് ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ മെയ് 3 നടന്ന നീറ്റ് UG മെഡിക്കൽ പ്രവേശന പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. വീണ്ടും പരീക്ഷ നടത്താനാണ് തീരുമാനം. ഇതിനായി പ്രത്യേക വിജ്ഞാപനം ഇറക്കും. നേരത്തെ പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾക്ക് വീണ്ടും രജിസ്ട്രേഷൻ നടത്തേണ്ടി വരില്ല. പക്ഷേ പുതുതായി ഹാൾ ടിക്കറ്റ് നൽകും. പരീക്ഷാ സംവിധാനത്തിലെ സുതാര്യത ഉറപ്പുവരുത്തുന്നതിനാണ് പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നതെന്നാണ് വിശദീകരണം. ഇതിൽ വലിയ ആശങ്കയിലാണ് വിദ്യാർത്ഥികൾ. കേരളത്തിൽ മാത്രം 1.5 ലക്ഷം വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. നാളെ പരീക്ഷാ ബോർഡ് യോഗം ചേർന്നതിന് ശേഷം തുടർ നടപടികൾ തീരുമാനമാകും. NSUIന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായ പ്രതിഷേധം നടത്തുകയാണിപ്പോൾ. देखिए, ये प्रोटेस्ट जो है नीट के विद्यार्थियों को साथ में लेके किया गया है. हम HRD ऑफिस जाना चाह रहे थे, हमारा मार्च था, उसका घेराव करना चाहते थे और सरकार से यही सवाल करना चाह रहे थे कि आप लोग नीट का पेपर या इस देश के अंदर कोई भी पेपर हो, कहीं किसी प्रकार का कोई ट्रांसपेरेंसी नहीं है. कहाँ ट्रांसपेरेंसी रह गया है? सरकार जो है एग्जाम कहीं पूरे देश में कंडक्ट ही नहीं करा पा रहा है. कहीं ट्रांसपेरेंसी है ही नहीं. जिस तरीके से 600 नंबर के जो क्वेश्चन हैं वो पहले ही टेलीग्राम और व्हाट्सएप पे जो है आ गए, ये सरकार की कार्यशैली पर बड़ा सवाल खड़ा करता है कि एजेंसियां कहां थी. അഭിനന്ദൻ ഗോപാൽ ശീല സനലുമാണ് ചേരുന്നത്. നമുക്ക് ആദ്യം അഭിനന്ദിലേക്ക് പോകാം. അഭിനന്ദ, നമുക്കറിയാം ഇതുവരെ രാജസ്ഥാനിൽ മാത്രം 45 പേർ അറസ്റ്റിലായിട്ടുണ്ട്. സമഗ്രമായ അന്വേഷണം നടത്തണം. CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതിനിടയിലെ പരീക്ഷ റദ്ദാക്കാനുള്ള തീരുമാനം വരുന്നു. വിദ്യാർത്ഥികളെ വലയ്ക്കുമെന്ന് ഉറപ്പാണ്. എന്തൊക്കെ നടപടിക്രമങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക? ഹാൾ ടിക്കറ്റ് നൽകും, പക്ഷേ പുതുതായി രജിസ്ട്രേഷൻ നടത്തേണ്ടതില്ല. അങ്ങനെയല്ലേ അഭിനന്ദൻ? വിനിത, അങ്ങനെ തന്നെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി വ്യക്തമാക്കുന്നത്. മെയ് 3 തീയതിയായിരുന്നു പരീക്ഷ. 22 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയിലാണ് മെയ് 10 ഇത്തരത്തിലേക്കൊരു ക്രമക്കേട് ആരോപണം പുറത്തു വരുന്നത്. രാജസ്ഥാനിലായിരുന്നു ഇത്തരത്തിലൊരു ക്രമക്കേട് നടത്തിയതായിട്ടുള്ള വിവരമുണ്ടായത്. ആ സമയത്ത് തന്നെ പോലീസ് ചില രഹസ്യ അന്വേഷണങ്ങൾ നടത്തി. ഈ അന്വേഷണം നടത്തിയതിന് അടിസ്ഥാനത്തിലാണ് ക്വസ്റ്റ്യൻ ബാങ്കുകൾ വ്യാപകമായിട്ട് പ്രചരിച്ചതായിട്ട് കണ്ടെത്തിയത്. അത് പൈസ വാങ്ങിക്കൊണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ബാങ്കുകൾ നൽകിയത്. 140 ചോദ്യങ്ങൾ അത് യഥാർത്ഥ പരീക്ഷയുമായി വലിയ രീതിയിലുള്ള സാമ്യം അത് കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് രാജസ്ഥാനിലെ ചുര സ്വദേശി കേരളത്തിൽ MBBS പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇതിനകത്ത് ബന്ധമുണ്ട് എന്ന് രാജസ്ഥാൻ SOG കണ്ടെത്തുന്നത്. രാജസ്ഥാൻ SOG ഉടൻ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വിവരം കൈമാറുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ചില പ്രാഥമിക അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുകയും അങ്ങനെയാണ് ചോദ്യപേപ്പർ ചോർന്നുവെന്ന് വ്യക്തമാവുകയും ചെയ്യുന്നത്. രാജസ്ഥാനിൽ മാത്രം 45 പേരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. പഞ്ചാബിലും മഹാരാഷ്ട്രയിലും അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്രയിലെ ചില കോച്ചിങ് സെന്ററുകളിലും ഇതുപോലെ മാതൃകാ ചോദ്യപേപ്പറുകൾ വിതരണം ചെയ്തു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആകെ 720 മാർക്കിന്റെ പരീക്ഷയിൽ ഏതാണ്ട് 540ലധികം മാർക്കുകളുടെ ചോദ്യവും ഒരുപോലെ വന്നതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇത്തരത്തിൽ ക്രമക്കേട് കണ്ടെത്തിയത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് മനസ്സിലാകുന്നത്. എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി രക്ഷകർത്താക്കളുടെ ഒപ്പം തന്നെ അധ്യാപകരുടെ കോളേജിൽ നിന്ന് ഒപ്പം ഈ കോച്ചിങ് സെന്ററുകളിലെ അധ്യാപകരൊക്കെ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഈ SOGയിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത കണ്ടെത്തുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ ഹാൾ ടിക്കറ്റ് പുതുതായിട്ട് നൽകും. പുതുതായിട്ട് ആപ്ലിക്കേഷൻ നൽകേണ്ടതില്ല. എന്ന്, എപ്പോൾ, എങ്ങനെ എന്നുള്ളത് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. ഉടൻ തന്നെ പരീക്ഷാ ബോർഡ് ചേർന്ന് തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചിരിക്കുന്നത്. എന്തായാലും നീറ്റ് പരീക്ഷ റദ്ദാക്കിയിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗോപാൽ ശീല സനലിന്റെ ഗോപാൽ, കേരളത്തിൽ മാത്രം 1.5 ലക്ഷത്തോളം പേർ പരീക്ഷ എഴുതിയിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ടാകും. എന്താണ് അവരുടെ പ്രതികരണം എന്ന് കൂടി നമുക്ക് തേടാം. ഗോപാൽ. അതെ വിനീത, ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ അസഫെയർ എന്ന എൻട്രൻസ് പരിശീലന കേന്ദ്രത്തിലാണ് ഉള്ളത്. ഈ ഒരു സ്ഥാപനത്തിന്റെ തിരുവനന്തപുരത്തെ ഒരു സെന്ററിൽ മാത്രം 3000-ഓളം വിദ്യാർത്ഥികളാണ്. അങ്ങനെ സംസ്ഥാനത്തുടനീളം 1.5 ലക്ഷത്തിലധികം വരുന്ന കുട്ടികൾ ഇക്കുറി നീറ്റ് പരീക്ഷ എഴുതി ഫലപ്രഖ്യാപനത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇവരിൽ ഈ 2 വർഷം 3 വർഷം വരെ റിപ്പീറ്റ് ചെയ്ത കുട്ടികൾ വരെയുണ്ട്. ഇത്തവണ പരീക്ഷ എഴുതിയിരുന്നോ? പ്രതീക്ഷയിലായിരുന്നു? ഒരുവിധം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. പക്ഷെ എന്നാലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഏറ്റവും നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു റീനീറ്റ് പോലെയൊക്കെ വരുമ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടാവും. ഏകദേശം 1 വർഷത്തോളം ബുദ്ധിമുട്ടി പഠിച്ചെടുത്ത പാഠഭാഗങ്ങൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഒരിക്കൽ കാര്യം നമ്മൾ തന്നെ അത് കഴിഞ്ഞപ്പോൾ ഇനി അത് കഴിഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു ഇതിലായതുകൊണ്ട് നമ്മൾ തന്നെ ഒരു ഫ്രീ ആയിട്ടുള്ളൊരു മൈൻഡിലോട്ട് പോയി. ഇനി അത് വീണ്ടും റിവൈസ് ചെയ്യാന്നൊക്കെ പറയുന്നത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഈ ഓരോ പരീക്ഷകൾക്കും വലിയ നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടാണ് നിങ്ങളെ പരീക്ഷാ ഹാളിലൊക്കെ പ്രവേശിപ്പിക്കുന്നതൊക്കെ. ആ നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഒരു വീഴ്ച ഈ പരീക്ഷ നടത്തുന്നവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്.
തീർച്ചയായിട്ടും ഈ ഇന്ത്യയിൽ നടക്കുന്ന തന്നെ ഏറ്റവും സെക്യൂരിറ്റി കൂടിയൊരു പരീക്ഷയാണ് നീറ്റ് എന്ന് പറയുന്നത് തന്നെ. അത് മാത്രമല്ല കഴിഞ്ഞ തവണ ആൾമാറാട്ട കേസൊക്കെ ഉണ്ടായിരുന്നാണ് ഇത്തവണത്തെ സെക്യൂരിറ്റി എന്നത് അതുക്കും കാട്ടി കൂടുതലായിരുന്നു. എന്നിട്ടും ഇത്തരത്തിലുള്ളൊരു ഇത് വരുന്നത് വിഷമം തന്നെയാണ്. വീണ്ടും ഒന്നേന്ന് ഇതെല്ലാം പഠിച്ചു തുടങ്ങണം. 2 വർഷം +1 +2 കൂടെയുള്ള 2 വർഷത്തെ ഇതുപോലാണ് ഒരു 20 ദിവസത്തിനകത്ത് റിവൈസ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇച്ചിരി പാടുണ്ട്. അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികളെല്ലാം ഒരേ വാക്കുകളിൽ പറയുന്നത് ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ഇത്തവണ പരീക്ഷ എഴുതിയിരുന്നോ? എഴുതിയിരുന്നു. എക്സാം കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ഈസി ആയിരുന്നു. പ്രതീക്ഷ ഒരു മാർക്ക് ഒരുപാട് കിട്ടിയവർക്ക് ഇത് ഈ വാർത്ത ഭയങ്കര വിഷമമായിരിക്കും. ഈ സിസ്റ്റത്തിൻ്റെ ഒരു ഫെയിലിയർ ആണെന്ന് കരുതുന്നുണ്ടോ ഈ ഒരു ഇപ്പോൾ ഉണ്ടായ പ്രശ്നം? ഉറപ്പായിട്ടും. കാരണം സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നത് കൊണ്ടും അതൊക്കെ പാലിക്കണം എന്നും ഒരുപാട് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടല്ലോ. എന്നിട്ടും ഇങ്ങനെയൊക്കെ നടക്കുന്നത് സിസ്റ്റത്തിൻ്റെ പ്രശ്നം തന്നെയാണ്. എങ്ങനെ പഠിച്ചു തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്? കഷ്ടമാണ് പഠിക്കാൻ. കാരണം അത്രയും എഫേർട്ട് ഇട്ട് പഠിച്ചതാണ്, എന്നിട്ടത് അവർ എഫേർട്ട്ലെസ് ആയിപ്പോയില്ലേ. കഷ്ടമാണ്. ഇന്ന് മുതൽ ഒന്നേന്ന് തുടങ്ങാനാണ്. ആണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്, എന്നാലും ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ അത്തരത്തിൽ ഈ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും നേരിടുന്ന ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, കാരണം ഒരു വർഷം +1 +2 പഠിച്ചത് പോരാതെ ഒരു വർഷം 2 വർഷം എല്ലാം തന്നെ അധികമായി എടുത്ത് സമയം ചെലവഴിച്ചിട്ടാണ് ഇവർ ഓരോരുത്തരും ഇത്തവണത്തെ പരീക്ഷയെ അറ്റൻഡ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവർ നേരിടുന്ന ബുദ്ധിമുട്ട് ചെറുതല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു വർഷത്തോളം വീടുകളിൽ നിന്ന് മാറി നിന്ന് സന്തോഷത്തിൻ്റെയും അതുപോലെ തന്നെ സുഹൃത്തുക്കളെയും എല്ലാം തന്നെ ഉപേക്ഷിച്ച് പൂർണ്ണമായും ഈ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് എന്ന തരത്തിലേക്ക് നിന്നതാണ്. ആ ഘട്ടത്തിലാണ് ഒരു വർഷം വലിയ സാക്രിഫൈസ് ഒക്കെ ആയിരിക്കും ചെയ്തതല്ലേ? ഒരു വർഷം അതിന് വേണ്ടി തന്നെയാണ് നമ്മൾ പരിശ്രമിച്ചത്. പക്ഷെ അത് ഇപ്പം ഇങ്ങനെ ആയിപ്പോയി. അത് ഭയങ്കര ഒരു വിഷമമുണ്ട്. ഒരു സ്ട്രെസ് ഒന്നും ഉണ്ടാവരുത്, ടെൻഷനൊന്നും ബാധിക്കരുത് ഇതിനു വേണ്ടി. അത് എന്തായാലും ഇനി വീണ്ടും ഒന്നേ തുടങ്ങേണ്ടി വരും. വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. എന്നാലും നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തവരായതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അല്ലേ? അത് പക്ഷേ അത് കഴിഞ്ഞ് നമ്മളൊരു റിലാക്സേഷൻ ടൈമിലാണ് ഇപ്പോൾ. അത് വീണ്ടും ഒന്നേ തുടങ്ങുമെന്ന് പറയുമ്പോൾ പീക്കിൽ നിന്നൊന്ന് താഴേക്ക് ഇറങ്ങിയിരുന്നു. അതെ, ശരി, അങ്ങനെയാണ് വീണ്ടും. ഇവരെ പരിശീലിപ്പിച്ച അധ്യാപകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. സാർ, ഇപ്പോൾ ഇവർ പറഞ്ഞത് ഒരു റിലാക്സേഷൻ ടൈമിലായിരുന്നു ഇവരുണ്ടായിരുന്നത് എന്നതാണ്. അപ്പോൾ അവിടെ നിന്ന് ഈ കുട്ടികൾ ഇനി ഒന്നേന്ന് തുടങ്ങണ്ടേ? തുടങ്ങിയല്ലേ പറ്റൂ, വേറെ ഓപ്ഷൻ ഇല്ലല്ലോ. ഇതൊരു സിസ്റ്റം ഫെയിലിയറാണ്. കാരണം ഇത് കുറ്റമറ്റ രീതിയിൽ നടത്തപ്പെടേണ്ടിയിരുന്ന ഒരു പരീക്ഷ, നീറ്റ് പോലുള്ള ഒരു എൻട്രൻസ് എക്സാം. ഇനി അവരെ വീണ്ടും ഒന്നേന്ന് പ്രിപ്പയർ, ഇന്നിപ്പോൾ ഇത്രയും കുട്ടികൾ തന്നെ വന്നിരിക്കുന്ന അവരുടെ ആശങ്കയാണ്. ഇത് കേട്ടറിഞ്ഞിട്ട് വന്ന കുട്ടികളാണ്. അപ്പോൾ അത് അവരിനി എങ്ങനെ ഇതിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങണം, എന്ന് തുടങ്ങണം? ഒറ്റ നിർദ്ദേശമുള്ളൂ, നമുക്കിപ്പോൾ മുതൽ തന്നെ തുടങ്ങാം. ഏത് ലെവലിലുള്ള ചോദ്യങ്ങളും തയ്യാറെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർഡാണ്. അതിലൊട്ടും തന്നെ ആശങ്ക വേണ്ട. അത് എന്ന് തന്നെ പരീക്ഷ ആയിരുന്നാലും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഷെഡ്യൂൾ തയ്യാറാക്കി നമ്മൾ അതിൻ്റെ പരിശീലനം നടത്തി തന്നെ പോകും. പലരും അതിൽ നിന്നൊന്ന് ഡൗൺ ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെയൊന്നൊന്നുമില്ല. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തിരികെ വരാൻ പറ്റും. ഏതൊരു താഴ്ചയിൽ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള മനുഷ്യർ തന്നെയാണ് നമ്മൾ. അതുകൊണ്ട് ആശങ്കയുടെ ഒരു അടിസ്ഥാനവും ഇല്ല. അപ്പോൾ അത്തരത്തിൽ നിരാശപ്പെടേണ്ട കാര്യമില്ല. വീണ്ടും ഒന്നേന്ന് തുടങ്ങും എന്നാണ് ഇവർ ആ ഒരു ആത്മവിശ്വാസം പങ്കുവെക്കുന്നു എന്നുള്ളത് ഏറെ പോസിറ്റീവായിട്ടൊരു കാര്യം തന്നെയാണ് വിനീത ഈ ഘട്ടത്തിൽ എന്ന് പറയേണ്ടിയിരിക്കും.